എന്താ ആന്റി ആലോചിക്കുന്നത്? അഖിലാന്റി ഡിവൈഎസ്പിയെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണോ? അതെ ഗംഗെ, ആ അടുക്കളക്കാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഞാൻ തന്നെയാണെന്ന് അഖിലയ്ക്ക് സംശയം തോന്നിയിരിക്കുന്നു. ആ സംശയം ബോധ്യപ്പെട്ട കാര്യം കുഴപ്പമാണ്. അയ്യോ, അപ്പൊ ആന്റി ജയിലിൽ പോവല്ലേ? ജയന്തി അല്ല, ഞാൻ പറഞ്ഞത് പോലീസുകാര് വന്നാ അവര് പിടിച്ച് ചോദ്യം ചെയ്യും. സത്യം തെളിഞ്ഞാ അവരെ അറസ്റ്റ് ചെയ്യും, തല്ലും, ലോക്കപ്പിലിടും. ആന്റി ജയിലിൽ കിടക്കുന്ന ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടമാ. അതുകൊണ്ട് പറഞ്ഞു പോയതല്ലേ. ആ പിന്നെ ജയിലിലേക്ക് ചെല്ലുമ്പോ ഒരു നടയടി ഉണ്ട് ആന്റി. അത് കിട്ടിയാ പിന്നെ മര്യാദക്ക് നടന്നോളും. പിന്നെ അവർ തല്ലില്ല. നീ എന്റെ എരുതിയിൽ എണ്ണ കോരി ഒഴിക്കുകയാണോ? ഒന്നാമത് ഉള്ളിൽ തീയ, അതിന്റെ കൂടെ അവളുടെ വക ഒരു വിവരണവും. കേട്ടിട്ട് ഞാൻ അട്ടിമുടി വിറയ്ക്കുക. അല്ല ആന്റി, പോലീസ് വന്ന ആകെ കുഴപ്പാവല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു പോയതാ. അഖിലാന്റി ലോക്കൽ പോലീസിനാണല്ലോ പെറ്റീഷൻ കൊടുത്തതെന്ന് ഓർത്ത് സമാധാനപ്പെട്ടിരിക്കായിരുന്നു ഞാൻ. അപ്പോഴാണ് ഡിവൈഎസ്പിയെ വിളിച്ച് 1 മണിക്കൂറിനകം കുറ്റവാളിയെ കണ്ടെത്തണമെന്ന് പറഞ്ഞത്. എനിക്ക് പേടി ആന്റി, അതുകൊണ്ടല്ലേ. ആന്റി, ജയന്തി പറഞ്ഞതിലും കാര്യമുണ്ട് ആന്റി. പോലീസ് വന്ന പ്രശ്നോ? അവര് ചോദ്യം ചെയ്ത് നമ്മളെ കൊണ്ട് സത്യം പറയിപ്പിക്കും. അനിയൻകുട്ടാ, നിന്റെ പിണക്കം മാറിയില്ല ഇതുവരെ? അനിയൻകുട്ടാ, ദാ നിന്റെ പാല്. എനിക്ക് പാലൊന്നും വേണ്ട. എടാ, കുട്ടികൾ കുട്ടികളായിട്ടാ പെരുമാറേണ്ടത്, അങ്ങനെ വളരേണ്ടത്. മുതിർന്നവർ ചെയ്യുന്ന കാര്യത്തിൽ ആവശ്യമില്ലാതെ കയറി ഇടപെടരുത്. ഇല്ലച്ചാ, സത്യം അഖില മേഡം അറിയണം. ഞാൻ പോയി പറയും. അഖില മേഡത്തിന് മുമ്പ് പോയി പറയാൻ നീ ആരാ? മാഡം ആര്, നീ ആര്? അഖില മേഡം ഇത് അറിയണം. ആ ഡാഗിനെ എന്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കുന്ന 1 2 പ്രാവശ്യമല്ല, ഇതിപ്പോ പലതവണയായി. ഇതിൽ നിന്നൊക്കെ ചേച്ചി രക്ഷപ്പെടുന്ന എന്തോ മഹാഭാഗ്യം കൊണ്ടാ. ഇങ്ങനെ വിട്ട പറ്റില്ലച്ച. അച്ഛനും പറയില്ല, ചേച്ചിയും പറയില്ല. അതുകൊണ്ട് എനിക്കിത് അഖില മേഡത്തിനോട് തുറന്നു പറഞ്ഞേ പറ്റൂ. എനിക്കെന്റെ ചേച്ചി വേണോ അച്ഛ? ഞാൻ പോയി പറയും. വേണ്ട, പോകരുത്. നിനക്ക് നിന്റേതായ ന്യായങ്ങളുണ്ടാവും, എന്നാലും വേണ്ട. ഓരോരുത്തർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം അവരവര് തന്നെ അനുഭവിച്ചോളൂ, നമ്മളായിട്ട് വേണ്ട. ഈ ഭൂമിയിൽ ആര് ആർക്കെതിരെ എന്ത് ചെയ്താലും അതിനൊക്കെ കൂലി കിട്ടും. ആ കൂലിയും പലിശയും കൂടി ദൈവം കൊടുത്തോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് അടങ്ങി നിൽക്ക്. വരൂ. ഗുഡ് മോർണിംഗ് ഗുഡ് സർ. മോർണിംഗ്. മോർണിംഗ്. ഇരിക്കൂ സർ. എന്തായി സാർ അന്വേഷണം? സ്പോട്ടിൽ പോയി അന്വേഷണം നടത്തണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. SP വിളിച്ച് അർജന്റായി അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ സ്പോട്ടിലെത്തി മാഡം. ആ, വെരി ഗുഡ്. കല്യാണിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? അതിന് വലുതായി ബുദ്ധിമുട്ടേണ്ടി വന്നില്ല സാർ. കാർ പാർക്കിങ്ങിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. കമ്പനി ബ്രാൻഡ് അംബാസഡറെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ തെളിവ് ആ CCTV ദൃശ്യത്തിലുണ്ട്. കല്യാണിയെ കാറിനകത്ത് കയറ്റി കാർ ലോക്ക് ചെയ്ത് കൃത്യം നടത്തിയ ആളെ ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു മാഡം. വെരി ഗുഡ്. അപ്പോ അക്യൂസിനെ അറസ്റ്റ് ചെയ്തോ? മാഡത്തിന്റെ പെർമിഷൻ കിട്ടിയാൽ ഇപ്പോൾ ഇവിടെ മാഡത്തിന്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ അക്യൂസിനെ അറസ്റ്റ് ചെയ്യാം. സാറ് പറയുന്നത് കേട്ടാൽ പ്രതി ഇവിടെ തന്നെ ഉള്ള ആളാണെന്ന് തോന്നുമല്ലോ. നോ ഡൗട്ട് പ്രതി ഇതിനകത്ത് തന്നെയുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്യണോ അതോ ഈ കേസ് കോംപ്രമൈസിൽ എത്തിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മാഡമാണ്. സാർ എന്തായി പറയുന്നത്? മാഡം, ഞാൻ അങ്ങനെ ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. തൃച്ചംബരം ഒരു ചെറിയ ഫാമിലിയൊന്നും അല്ലല്ലോ. മാഡവും സാറും ഒക്കെ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളും സമൂഹം ആദരിക്കുന്ന അഖിലേന്ത്യേശ്വരി മാഡത്തിന്റെ ബന്ധുവാണ് പ്രതി. അതാ അങ്ങനെ ചോദിച്ചത്. പ്രതി ആരാണെന്ന് എനിക്കിപ്പോ അറിയണം. ആരാ പ്രതി? സത്യം പറയാൻ മടിക്കുന്ന എന്തിനാ സർ? പ്രതി ആരായിരിക്കുമെന്ന് ഞാൻ പറയാം. കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ച പ്രതി ഈ നിൽക്കുന്ന വിലാസിനിയാണ്.
കുറ്റവാളി ഈ നിൽക്കുന്ന വിലാസിനി എന്താ ശരിയല്ലേ? അതെ മാഡം. CCTVയിൽ എല്ലാം വളരെ വ്യക്തമായുണ്ട്. ഇവർ കാറിനുള്ളിൽ കയറ്റി കാറ് ലോക്ക് ചെയ്ത് കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ചു. ആനന്ദ് സാർ വന്ന് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ കല്യാണി കൊല്ലപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു. ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യാൻ വിലാസിനിക്ക് മാത്രമേ കഴിയൂന്ന് എനിക്കറിയാമായിരുന്നു. കല്യാണിയെ കൊല്ലാൻ നോക്കിയത് വിലാസിന് തന്നെയായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുകയും ചെയ്തു. പക്ഷേ തക്കതായ തെളിവ് വേണ്ടിവരും. അത് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഐ റിയലി അപ്രീഷിയേറ്റ് ഫോർ ദാറ്റ്. കല്യാണിയോട് കാരണമില്ലാതെ പകയും അസൂയയുമായിട്ട് നടക്കുന്ന വിലാസിനിയെ ഞാൻ പലതവണ തിരുത്താൻ ശ്രമിച്ചതാ. തല്ലിയും തലോടിയും ഞാൻ അവളെ ഉപദേശിച്ചിട്ടുണ്ട്. അവള് കേട്ടില്ല. തൃച്ചംബരം കുടുംബത്തിലെത്തപ്പെട്ട ശാപമാ നീ. ഈ കുടുംബത്തിലേക്ക് കയറി വന്ന അപമാനമായി നീ മാറിക്കഴിഞ്ഞു വിലാസിനി. നീ എന്നെയോ തൃച്ചംബരത്തെ മറ്റാരെങ്കിലുമോ കൊല്ലാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു. പക്ഷേ നീ ചെയ്തത് ഒരിക്കലും മാപ്പില്ലാത്ത ക്രൂരതയാ. ഞങ്ങളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ നടക്കുന്ന, ഞങ്ങളെ മരണത്തിൽ നിന്നും പലവട്ടം രക്ഷിച്ച കല്യാണിയാ നീ കൊല്ലാൻ ശ്രമിച്ചത്. ഇതിന് നിനക്ക് മാപ്പ് തന്നാ എന്നോട് ദൈവം പോലും ക്ഷമിക്കില്ല. കല്യാണി ഒരു വേലക്കാരിയല്ലേ എന്ന് കരുതി ബന്ധുവായ നിന്നെ ഞാൻ വെറുതെ വിട്ടാൽ എന്നെ ആദരിക്കുന്ന ഈ സമൂഹം എനിക്ക് നേരെ വിരൽ ചൂണ്ടും. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മുഖം മൂടി ധരിച്ചവളാണെന്ന് ലോകം വിധിയെഴുതും. അതുകൊണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ അകത്ത് കിടക്കണം. അപ്പോ മനസ്സിലാകും ഹൃദയത്തിന്റെ ഇടിപ്പ്, ജീവന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വില. ഈ വിലാസിനി തൃച്ചംബരത്തെയാണെന്ന ഒരു പരിഗണനയും കൊടുത്തേക്കരുത്. നിയമപ്രകാരമുള്ള എല്ലാ ശിക്ഷയും കൊടുക്കണം. അതിനുവേണ്ടിയാണ് സർ കുറ്റവാളിയെ കണ്ടെത്താൻ നിങ്ങളെ തന്നെ ചുമതലപ്പെടുത്തിയത്. സർ, കുറ്റവാളികൾക്ക് കൂട്ടുനിൽക്കുന്നവളല്ല തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. നിങ്ങൾക്ക് ഈ വിലാസിനെ അല്ല, പ്രതിയെ അറസ്റ്റ് ചെയ്യാം. എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. ഓക്കെ മാഡം. ടേക്ക് ഹർ.
ചേച്ചി എന്നെ രക്ഷിക്കണം. എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. കല്യാണിയോടുള്ള വൈരാഗ്യം കൊണ്ട് ചെയ്തു പോയതാ. മേലിൽ ഇത് ആവർത്തിക്കില്ല. ശിവരാമേട്ട, ഒന്നും പറ ശിവരാമേട്ട. മോനെ ആനന്ദ, നീയെങ്കിലും ഒന്ന് പറയടാ. ചേച്ചി, എന്നെ പോലീസിന്റെ കൂടെ വിടല്ലേ ചേച്ചി. ക്ഷമിക്കും ചേച്ചി. മേലാൽ ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. മാറി നിക്ക്. മാറാൻ. നിന്നെ രക്ഷിച്ച് രക്ഷിച്ച് ഞാൻ നാണം കെട്ടു. ഇനി നിനക്ക് മാപ്പ് തരില്ല. നീ ജയിലിൽ കിടന്ന് അനുഭവിച്ചിട്ട് വാ. അപ്പോഴേ നിനക്ക് നല്ല ബുദ്ധി വരൂ. അയ്യോ ചേച്ചി, ചേച്ചി എന്നെ കൈവിടരുത്. ചേച്ചി കൈവിട്ട പിന്നെ എനിക്ക് ആരുമില്ല. എന്നെ രക്ഷിക്കണം പ്ലീസ്. സാധ്യമല്ല. ഇനി ഒരിക്കലും ഞാൻ നിനക്ക് മാപ്പ് തരില്ല. ചേച്ചി, ചേച്ചി പോവല്ലേ. ചേച്ചി, ചേച്ചി എന്നെ കൊണ്ടുപോകരുതെന്ന് പറ. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. ഞാൻ ചേച്ചിയുടെ അവരെ അറസ്റ്റ് ചെയ്യൂ. പ്ലീസ് പ്ലീസ്. ഇങ്ങോട്ട് വരൂ. വരാൻ. ചേച്ചി, ചേച്ചി പറ. ചേച്ചി പറ. എന്നെ കൊണ്ടുപോകരുത്. മിസ്റ്റർ ഓഫീസർ, ഇങ്ങനെയാണോ കൊലപാതകം ചെയ്യാൻ ശ്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇവളെ വിലങ്ങ് വെച്ച് വേണം കൊണ്ടുപോകാൻ. അയ്യോ വേണ്ട ചേച്ചി. ചേച്ചി കൊണ്ടുപോകരുതെന്ന് പറ. അയ്യോ വീട്. ആ വിലാസിനി മേഡത്തിന് നിന്നോട് മാത്രമല്ല പക, അവർക്ക് എല്ലാവരോടും പകയാ. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യ സ്ത്രീ. പക്ഷെ ഞാൻ പറയുന്ന സത്യ ദൈവം ചോദിക്കും. ചേച്ചി, ചേച്ചി, എന്തു പറ്റിയടാ? ചേച്ചി, വിലാസിനി മേഡത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എപ്പോ? ദാ ഇപ്പോ ഞാനത് കണ്ടിട്ടാ വരുന്നേ. അവരിപ്പോ പോലീസ് കൊണ്ടുപോകും. പാടില്ല അച്ഛാ, അത് പാടില്ല. തൃച്ചംബരത്തിന് അത് അപമാനമാ.